ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാം. അതിനുവേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് ചെറുതായി അരിഞ്ഞ കുറച്ച് പൈനാപ്പിൾ, പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഫ്രഷായ കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറുതായി അരിഞ്ഞ അല്പം ഇഞ്ചി, പിന്നെ ഇത് വേകുവാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഈ പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പച്ചടിയാണ്. സദ്യയ്ക്കൊക്കെ വിളമ്പുന്ന അതേ ടേസ്റ്റോടു കൂടിയുള്ള പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ആ തേങ്ങയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ഒരു കപ്പ് തൈര്, പുളി തീരെ കുറയാനും പാടില്ല, ഒത്തിരി കൂടി പോകാനും പാടില്ല, അങ്ങനെയുള്ള ഒരു കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിട്ട് അധികം നേരം ഒന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തേങ്ങ ഒന്ന് ചൂടാകുകയേ ആകാവൂ. ആ സമയം നമുക്ക് തൈര് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പൈനാപ്പിളിന് നല്ല മധുരം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരല്പം പഞ്ചസാര വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. തൈരും ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് കടുക് താളിച്ച് ചേർക്കണം. അത്രയേ വേണ്ടൂ. പെട്ടെന്ന് തയ്യാറാക്കാം. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി ഒന്ന് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലുള്ള ബെല്ലൈക്കണും കൂടി അമർത്താനും മറക്കരുത്. ആ ഓളെന്നുള്ള ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇനി ഇതിന് കടുക് താളിച്ച് ചേർക്കുന്നതിന് പാൻ അടുപ്പത്ത് വെച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ നമ്മളിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ചൂട് കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൈരിലേക്ക് ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കടുകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടാറിയതിന് ശേഷം പച്ചടിയിലേക്ക് ചേർത്താൽ മാത്രം മതി. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.